കൂട്ടുകാരെ, ഓണമൊക്കെ കഴിഞ്ഞു എങ്കിലും നമുക്കൊരു കൂട്ടുകറി റെഡിയാക്കിയാലോ? ഓണത്തിന് മാത്രമല്ല കൂട്ടുകറി റെഡിയാക്കുന്നത്, അല്ലെങ്കിൽ വിശേഷ ദിവസം മാത്രമല്ല, ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് റെഡിയാക്കാം. അതിനായിട്ടൊരു അര കഷ്ണം ഏത്തക്ക എടുത്തിട്ടുണ്ട്, ചെറിയൊരു പീസ് ചേന, ചെറിയൊരു ക്യാരറ്റ്, അതുപോലെ തന്നെ 2 പച്ചമുളക്, അല്പം കറിവേപ്പില, ഇതൊക്കെ ഒരു ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഷേർലീസ് ചാനലിൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടുകറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് ആരംഭിക്കാം. അപ്പോൾ അതൊക്കെ ഒരു ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അല്പം ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുത്ത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഒരു സ്പൂണിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വെന്തെടുക്കാം. അപ്പോൾ ചേനയൊക്കെ കുറച്ച് വേവുള്ള സാധനം ആയതുകൊണ്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകവും, ഒരു മുളക്, അതായത് ചെറുജീരകമാണ്, ഒരു വറ്റൽമുളകും, ഒരല്പം ചെറിയ ജീരകവും, കുറച്ച് ഉഴുന്ന്, ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒരു 4 ടേബിൾ സ്പൂണോളം ഉണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന പച്ചക്കറിയുടെ അനുസരിച്ചാണ് തേങ്ങ എടുത്തിരിക്കുന്നത്. ഇതിനു മുൻപ് ഞാൻ കടലയൊക്കെ, അതായത് നമ്മുടെ പുട്ടുകടല നല്ലതായിട്ട് കുതിർത്ത് വെന്ത് വറ്റിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്ത് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതെല്ലാം തണുത്തിട്ടുണ്ട്, നമ്മുടെ അരയ്ക്കാനുള്ള മസാലയൊക്കെ തണുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട്, അതായത് അവിയലിന് അരയുന്നതിനെ കഴിഞ്ഞ് ഒരല്പം കൂടി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറന്നു പോകല്ലേ. അപ്പോൾ നമ്മുടെ കടലയൊക്കെ ഇട്ടതിൻ്റെ ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കടലയും പച്ചക്കറിയൊക്കെ ആയിട്ട് നന്നായിട്ട് ടേസ്റ്റൊക്കെ ആയിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മിക്സിങ് ചെയ്യാം, മസാല ഇട്ടുള്ള മിക്സിങ് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച്, ഇത് വെളിച്ചെണ്ണയിൽ റെഡിയാക്കിയാലാണ് പ്രത്യേക ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കടുകും കരിവേപ്പിലയും അല്പം ഉഴുന്നും ഒരു വറ്റൽമുളകും ഒക്കെ ചേർത്ത് കടുക് പൊട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടുകറിയുടെ കൂട്ട് ഈ കടുക് പൊട്ടിച്ചതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കടുക് പൊട്ടിച്ചെടുത്ത് നമുക്ക് വെന്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടിലേക്കും ചേർത്ത് കൊടുക്കാം. ഞാൻ തിരിച്ചാണ് ചേർത്തത്. എങ്ങനെയായാലും ടേസ്റ്റ് നല്ലതായിരിക്കും. അപ്പോൾ നമ്മളുടെ ഇവിടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബൈ.